പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വന്ന പ്രാർത്ഥനകളിൽ അതിഗംഭീരമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കൂ, കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ. അതൊരു വിളിയാണ്, പടച്ചോനെ, മനസ്സ് തട്ടിയുള്ള വിളിയാണ്. റബ്ബി റഹംഹുമ, അവരോട് നീ കരുണ കാണിക്ക് റബ്ബേ. എൻ്റെ മാതാപിതാക്കളോട് നീ റഹ്മത്ത് കാണിക്ക് റബ്ബേ. ഖമാ റബ്ബയാനി സഗീറ, ചെറിയ പ്രായത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ. തർബിയത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ടാസ്ക്കാണ്, വളരെ വലിയൊരു പ്രവൃത്തിയാണ് മക്കൾക്ക് തർബിയത്ത് നൽകുക. അതുകൊണ്ട് നോക്കൂ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ എന്ന് പറയാതെ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് റഹ്മത്ത് കാണിക്കണേ എന്ന് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം ആ തർബിയത്ത് റഹ്മത്തിന്റെ ഭാഗമാണ്. അതിലെ ഓരോ സെക്കൻഡുകൾക്കും റബ്ബേ നീ പ്രതിഫലം കൊടുക്കണേ എന്നാണ്. അവർ ഒഴിവാക്കിയ ഓരോ ഉറക്കത്തിനും, കാരണം ഒരുപാട് ഉറക്കമൊഴിയും, അവർ ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് അധ്വാനിക്കും, പല ആളുകളുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ടാകും മക്കൾക്ക് വേണ്ടി, അവരുടെ ചികിത്സക്ക് വേണ്ടി. അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, അത് നിനക്കാണ് അറിയുന്നത്. ഖമാ റബ്ബയാനി സഗീറ, ചെറിയ പ്രായത്തിൽ എന്നെ എൻ്റെ മാതാപിതാക്കൾ സ്നേഹത്തോടു കൂടി വളർത്തിയതുപോലെ റഹ്മാനായ റബ്ബെ നീ അവരോട് കരുണ കാണിക്കണേന്നാണ്. ഈ പ്രാർത്ഥന ഇത് മതിയാകുന്നതാണ് എന്ന് ഉലമാക്കൾ പറയാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഒരു കുട്ടി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ട ഓടി വന്നിട്ട് ഉമ്മ അത് തട്ടും, അല്ലെങ്കിൽ ഉപ്പ തട്ടും. ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റും, നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ മക്കളുടെ കാലിൽ ഒരു മുള്ള് തറക്കി നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവരാരെങ്കിലും ഒന്ന് വഴക്ക് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവരാരെങ്കിലും ഒന്ന് അടിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കൂലേ? അതേപോലെ റബ്ബേ, എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നീ ഖബറിൽ സംരക്ഷിക്കണേ റബ്ബേ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ അവരെ സംരക്ഷിച്ച് നിർത്തണേ റബ്ബേ. മഹ്ശറിലെ പരീക്ഷണങ്ങളിൽ നിന്ന് നീ അവരെ സംരക്ഷിച്ച് നിർത്തണേ റബ്ബേ. സിറാത്തിൽ നീ അവരോട് കരുണ കാണിക്കണേ റബ്ബേ. റബ്ബേ, ഒരിക്കലും നീ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളിയുടെ അത്ര പോലും ഞങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത മാതാപിതാക്കളാണ് അവർ. ആ മാതാപിതാക്കളെ നീ ഒരിക്കലും നരകത്തിലിടരുതേ റബ്ബേ. അവരെ നീ സംരക്ഷിക്കണേ റബ്ബേ. അവർക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നതുപോലെ സ്വർഗത്തിന്റെ ഉയർന്ന ദറജകൾ നീ അവർക്ക് നൽകണേ റബ്ബേ. ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് ഇത്. നമ്മുടെ നമസ്കാരങ്ങളിലും തശഹുദുകളിലും സുജൂദിലും മറ്റു പ്രാർത്ഥനാ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ മറന്നു പോകാതെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തേണ്ടുന്ന ദുആ ആണ് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ.